ജെറുസലേമേ, ജെറുസലത്തിലെ സഹോദരിമാരെ, എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിപുലിക്കും. അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി ഒരു നിലപാടെടുക്കും, അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ 6 മാസക്കാലത്തിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം കേരള കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും, എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് അല്ലേ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിനകത്ത് കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ് അല്ലേ. അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ, ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ? ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് അതിൻ്റെ വിടുന്നു, കേരള കോൺഗ്രസ് അപ്പുറത്ത് ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പം എനിക്ക് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല. കേരള കോൺഗ്രസിൻ്റെ നിലപാട് ഉറച്ചതാണ്, യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 110 സീറ്റുകളിൽ ഭൂരിപക്ഷം UDFിനുണ്ടായിരുന്നു. നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോൾ അത് 80 അപ്പോൾ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക മറ്റ് സ്ഥലങ്ങളിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെങ്ങാണ്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നുള്ള ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി? ഒരു പ്രസക്തിയില്ല. ആര് പറഞ്ഞു? മുന്നണി യോഗത്തിൽ ആരെങ്കിലും കേരള കോൺഗ്രസ് റെപ്രസെൻറ്റേറ്റീവ് വേണമെന്നുള്ളതാണ്. എല്ലാ മുന്നണി യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ? പാർലമെൻ്റ് ഉള്ളപ്പോൾ ഞാൻ പങ്കെടുത്തിട്ടില്ലല്ലോ. അവിടെ സ്റ്റീഫൻ ജോർജ് ഉണ്ടായിരുന്നല്ലോ, അവിടെ ഞങ്ങളുടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അതുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടല്ലോ. ഈ നിയമസഭ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്നത്തെ റിസൾട്ട് വന്നതിന് ശേഷം ആദ്യത്തെ LDF യോഗത്തിലും അവിടെ വിലയിരുത്തുകയും നമ്മുടെ നിലപാടുകളും എന്താണ് ഉണ്ടായതും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ ചോദിച്ചു, ഏറ്റവും സീനിയറായ ജയകുമാർ ചോദിക്കുന്നത് എന്തിനാ ചർച്ച നടത്തണം? അല്ല, ഞാൻ പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് ചർച്ചയല്ലല്ലോ. എപ്പോഴും അവിടുന്ന് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു കോൾ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തിനും വരണം എന്ന് പലരും പറയുന്നുണ്ടല്ലോ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എന്തിനും കുറ്റക്കാരാണോ? അപ്പോൾ ആരെങ്കിലും കേരള കോൺഗ്രസിനെ വരണം, ഒരു മുന്നണിയിലേക്ക് വരണം, ചിലപ്പോൾ അത് BJPയിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് UDFിലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ബലം ഉള്ളത് കൊണ്ടല്ലേ, പ്രാധാന്യം ഉള്ളത് കൊണ്ടല്ലേ. അത് ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് പലപ്പോഴും പല അഭിപ്രായങ്ങൾ കാണും. പക്ഷെ ഫൈനലായിട്ട് പാർട്ടിയുടെ അഭിപ്രായം ഇവിടെ നിലനിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ വ്യത്യസ്ത അഭിപ്രായം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് വ്യത്യാസ അഭിപ്രായം ഇല്ലാത്തത്? ചർച്ച ചെയ്യുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും. ഇപ്പോൾ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനെ വിലയിരുത്തുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും. ആ പല അഭിപ്രായങ്ങളും അതിനെ കോടീകരിച്ച് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്, ആ തീരുമാനം അനുസരിച്ച് പോകും. പാർട്ടിക്കകത്തൊരു ഭിന്നതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പാർട്ടി ഒരു തീരുമാനമെടുത്ത എല്ലാ 5 MLAമാരും എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കും. സംശയമുണ്ടോ? ഒരു സംശയവും ഇല്ല. വ്യത്യസ്തമായ ഏത് അഭിപ്രായം? അഭിപ്രായം എല്ലാവർക്കും ഇല്ലേ? അഭിപ്രായം ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അഭിപ്രായവും ഇല്ലേ? അവിടുത്തെ UDFിനകത്ത് അഭിപ്രായം ഇല്ലേ? അതിനകത്ത് LDFിനകത്ത് അഭിപ്രായം ഇല്ലേ? LDF കൂടുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും എന്ന് പറഞ്ഞാൽ എന്താ? LDFിനകത്ത് ഇരിക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് പോകാനാണോ? അല്ലല്ലോ. UDFിനകത്ത് ഇരിക്കുമ്പോൾ എല്ലാം നല്ലതാണ്, നിങ്ങൾ ചെയ്തതെല്ലാം നല്ലതാണെന്ന് ഘടകകക്ഷികളെല്ലാം പറഞ്ഞു പോകുന്നതാണോ നല്ലത്? അതിനകത്ത് ഒരു ഹെൽത്തി ഡിസ്കഷൻ നടക്കും. അതിനെന്നാ കുഴപ്പം? പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ ചർച്ചകളാണതല്ല. അല്ല, പാർട്ടിക്കുള്ളിലെ ചർച്ച എന്നല്ലല്ലോ. പാർട്ടിക്കുള്ളിലേക്കകത്ത് ഇപ്പോൾ നമ്മൾ മീറ്റിംഗ് കൂടാൻ പോകുന്നു, പല കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനകത്ത് ഈ പറയുന്ന മുന്നണി മാറ്റം അല്ലല്ലോ. അതിനകത്ത് പല കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത്, പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി തന്നെയായിരിക്കും. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഈ പറയുന്ന നീണ്ട ദിവസങ്ങളുള്ളത് കൊണ്ട് അതിനകത്ത് പാർലമെൻ്റ് ഉണ്ട്, ബഡ്ജറ്റുണ്ട്. അവിടെ ചില ദിവസങ്ങൾ ചിലപ്പോൾ ചില നീക്കുപോക്കുകൾ നടത്തേണ്ടി വരുമായിരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അതിന് സത്യമാണ്, അതിനകത്താണ്. അപ്പോൾ ക്യാപ്റ്റൻ ഞാൻ തന്നെയായിരിക്കും, അതിന് സംശയമൊന്നുമില്ല.